നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അതിജീവനത്തിന്റെ ഓർമ്മ പുതുക്കി വീണ്ടുമൊരു ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ആത്മീയതയും രാഷ്ട്രീയവും കൈകോർത്ത ഈസ്റ്റർ. ബിഷപ്പിനെ കണ്ട് അനുഗ്രഹം തേടി സ്ഥാനാർത്ഥികൾ. NCTV സംപ്രേഷണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് രണ്ടാം ഭാഗം സംപ്രേഷണത്തിനൊരുങ്ങി. ഞായറാഴ്ച രാത്രി 9-നും 11-നും, തിങ്കളാഴ്ച രാവിലെ 9-നും, ഉച്ചയ്ക്ക് 1:30-നും, ഉച്ചതിരിഞ്ഞ് 3-നും നമ്മുടെ NCTV ചാനലിൽ. വോട്ടുറപ്പിക്കാൻ പുത്തൻ ശൈലികൾ. പ്രഭാത സവാരിയും കുടുംബയോഗങ്ങളുമായി പുതുക്കാട് മണ്ഡലം ഇളകി മറിയുന്നു. വികസനത്തിന്റെ ആരവം പുതുക്കാടിന്റെ മുക്കിലും മൂലയിലും. LDF ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ. ഇടതു കോട്ട കാക്കാൻ പുതുക്കാട് സജ്ജം. തെരഞ്ഞെടുപ്പ് റാലിയിൽ ആവേശം കൊടുമുടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശുക്രിസ്തു 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ മരണത്തെ കീഴടക്കി ഉയിർത്തെഴുന്നേറ്റു എന്ന വിശ്വാസമാണ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ ആധാരം. മരുഭൂമിയിലെ യേശുവിൻ്റെ 40 പകൽ രാവുകളുടെ ഓർമ്മ പുതുക്കി 50 ദിവസത്തെ നോമ്പും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈ പുണ്യദിനത്തിലേക്ക് എത്തിയത്. ദേവാലയങ്ങളിൽ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിരുന്നുകൾ ഒരുക്കി ഈസ്റ്റർ ആഘോഷം വീടുകളിലും സജീവമാണ്. കേവലമൊരു ആഘോഷത്തിനപ്പുറം മനുഷ്യ മനസ്സുകൾ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും ദയയിലേക്കും ഉയിർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈസ്റ്റർ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. പീഡാനുഭവങ്ങൾക്കൊടുവിൽ വിജയം സുനിശ്ചിതമാണെന്ന വലിയ സത്യം ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടുമൊരു ഈസ്റ്റർ കൂടി കടന്നുപോകുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറിയാലത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനകമല മാർ തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈസ്റ്റർ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അടിവാരം പള്ളിയിൽ പുലർച്ചെ നടന്ന കുർബാനയ്ക്കും സന്ദേശത്തിനും മറ്റു തിരുക്കർമ്മങ്ങൾക്കും തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികനായി. ഈഗോ പോയി കഴിഞ്ഞാൽ അവിടെ വരും, ഈശോ വരും. അപ്പോൾ ഐ വാണ്ട് ഹാപ്പിനെസ്സിൽ ആദ്യം വേണ്ടതിന്റെ ഈ ഐ കട്ട് ചെയ്യുക. ഐ ഞാനെന്ന ഭാവം കട്ട് ചെയ്യുക. രണ്ടാമത്തത് വാണ്ട്, വല്ലാണ്ടുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. അത് ഈശോ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എന്തുണ്ടാകും? കിട്ടണം, നേടണം, ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കൊടുക്കണം, സഹായിക്കണം എന്ന ആഗ്രഹത്തിലേക്ക് വരും. ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ ബിഷപ്പ് ഹൗസിൽ സ്ഥാനാർത്ഥികളുടെ സന്ദർശനം. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ബിഷപ്പിനൊപ്പം പ്രഭാത ഭക്ഷണത്തിൽ പങ്കുചേർന്നു. LDF സ്ഥാനാർത്ഥികളായ K രാജനും വൈശാഖും ബിഷപ്പിനെ സന്ദർശിച്ച് ഈസ്റ്റർ ആശംസകൾ നേർന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. NCTV സംപ്രേഷണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് രണ്ടാം ഭാഗം രാഷ്ട്രീയ മണ്ഡലത്തിൽ ചേരിതിരിഞ്ഞുള്ള ആരോപണങ്ങൾ. പരിപാടിയുടെ രണ്ടാം ഭാഗത്തിന്റെ സംപ്രേഷണം ഞായറാഴ്ച രാത്രി 9-നും 11-നും NCTV ചാനലിൽ. പുനഃസംപ്രേഷണം തിങ്കളാഴ്ച രാവിലെ 9-നും, ഉച്ചയ്ക്ക് 1:30-നും, ഉച്ചതിരിഞ്ഞ് 3-നും നമ്മുടെ NCTVയിൽ കാണാം. വോട്ട് ചോദിക്കൽ മാത്രമല്ല, ആരോഗ്യ സംരക്ഷണവും പ്രധാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച മോർണിംഗ് വാക്ക് വിത്ത് KKR പ്രഭാത നടത്തം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
പ്രചാരണ തിരക്കുകൾക്കിടയിലും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ പുത്തൻ ശൈലി സ്വീകരിച്ചിരിക്കുകയാണ് കെ രാമചന്ദ്രൻ. പുലർച്ചെ തന്നെ കോടാലി ഓവുങ്ങലിൽ നിന്നാരംഭിച്ച പ്രഭാത നടത്തത്തിൽ നൂറുകണക്കിന് വോട്ടർമാരാണ് പങ്കുചേർന്നത്. വഴിനീളെ കണ്ടുമുട്ടുന്നവരോട് വിശേഷങ്ങൾ പങ്കുവച്ചും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുമായിരുന്നു യാത്ര. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടാണ് ഈ നടത്തം നൂലുവള്ളിയിൽ സമാപിച്ചത്. നേതാക്കളായ MR രഞ്ജിത്ത്, PC ഉമേഷ്, PK രാജൻ, PS പ്രശാന്ത് തുടങ്ങിയവർ MLAക്കൊപ്പം സവാരിയിൽ പങ്കെടുത്തു. വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സൗഹൃദം പുതുക്കാനും ലഭിച്ച ഈ അവസരം LDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. പതിവ് കൊട്ടിക്കലാശങ്ങൾക്കും പ്രസംഗങ്ങൾക്കുമിടയിൽ മോർണിംഗ് വാക്ക് വഴി വോട്ടർമാരുടെ ഹൃദയങ്ങളിലേക്ക് നടന്നുകയറുകയാണ് KKR. മണ്ഡലത്തിലെ മറ്റു മേഖലകളിലും വരും ദിവസങ്ങളിൽ ഈ വേറിട്ട പ്രചാരണം തുടരും. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ. UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനത്തിന് തലോർ മേഖലയിൽ ആവേശോജ്വലമായ സ്വീകരണം. വികസന മുരടിപ്പിനെതിരെ ജനകീയ വികാരം ആഞ്ഞടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് UDFന്റെ പടയോട്ടം. ഇതിനിടെ പാലപ്പിള്ളി കന്നാറ്റുപാടം ആണ്ടുനേർച്ച ചടങ്ങിലും പങ്കുചേർന്ന് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സ്ഥാനാർത്ഥി. പുതുക്കാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ ലക്ഷ്യമിട്ടാണ് KM ബാബുരാജ് തലോരിൽ എത്തിയത്. പുലർച്ചെ മുതൽ വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. തലോർ ഭാഗത്തെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സന്ദർശിച്ച ബാബുരാജ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പ്രായമായവരുടെ അനുഗ്രഹം വാങ്ങിയും യുവാക്കളുമായി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുമായിരുന്നു യാത്ര. പര്യടനത്തിന് പിന്നാലെ പാലപ്പിള്ളി കന്നാറ്റുപാടം ആണ്ടുനേർച്ചയിലും അദ്ദേഹം പങ്കെടുത്തു. ചടങ്ങിലെത്തിയ വിശ്വാസികളോടും നാട്ടുകാരോടും സൗഹൃദം പങ്കുവച്ച അദ്ദേഹം നേർച്ചയുടെ ഭാഗമായുള്ള ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായി. മണ്ഡലത്തിലെ കാർഷിക തൊഴിൽ മേഖലകളിലെ പ്രതിസന്ധികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളും ഉയർത്തിക്കാട്ടിയാണ് ബാബുരാജിന്റെ പ്രസംഗങ്ങൾ. പ്രമുഖ UDF നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പര്യടനത്തിൽ അണിനിരന്നു. ഇടതു കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി പുതുക്കാട് ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ബാബുരാജ് പര്യടനം തുടരും. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് ആരവം കലാജാഥ പ്രയാണം തുടരുന്നു. സംയുക്ത കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലാജാഥ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ആമ്പലൂർ കേളി ഉന്നതിയിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നാടൻ പാട്ടുകളും തനത് കലാവിഷ്കാരങ്ങളും കോർത്തിണക്കിയാണ് ആരവം കലാജാഥ വോട്ടർമാരിലേക്ക് എത്തുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥിയുടെ വികസന നേട്ടങ്ങളും രാഷ്ട്രീയ നിലപാടുകളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേറിട്ട പ്രചാരണം. BKMU പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ, BKMU മണ്ഡലം പ്രസിഡന്റ് PC സാജു, KA സുരേഷ്, PC സുബ്രൻ, സുരേഷ് P കുട്ടൻ, KSKTU ഏരിയ സെക്രട്ടറി EK അനൂപ്, PV മണി എന്നിവർ പ്രസംഗിച്ചു. നാടൻ ശീലുകൾ നിറഞ്ഞ ആലാപനവും അവതരണ ശൈലിയും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വോട്ടർമാരെ ആവേശഭരിതരാക്കുകയാണ്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ആവേശം വിതറി LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് LDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. NV വൈശാഖൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. VR രബീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, PM നിക്സൺ, അൽജോ പുളിക്കൻ, PC സുബ്രൻ, സരിത രാജേഷ്, AC സുബീഷ്, സുനന്ദ ശശി, ബീന ഷാബു, ശ്രീജ രാജേഷ്, ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. യാത്രക്കാരിൽ നിന്ന് കൃത്യമായ പൈസ ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിൽ പാലപ്പിള്ളിയിൽ സ്വകാര്യ ബസ്സിൽ കയറി യുവാവ് കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതി. തൃശൂർ പാലപ്പിള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സുമംഗലി ബസ്സിലെ കണ്ടക്ടറായ
വരന്തരപ്പള്ളി നൂറുകുളം സ്വദേശി കോപ്പാടൻ വീട്ടിൽ ബിബിൻ ആണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലപ്പള്ളി എലിക്കോട് സ്വദേശി ജെറിനെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. ഈ മാസം 1 രാത്രി 8 മണിയോടെ പാലപ്പള്ളി മൈസൂർ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. തൃശ്ശൂരിൽ നിന്ന് പാലപ്പള്ളിയിലേക്ക് യാത്ര ചെയ്ത യുവതിയിൽ നിന്ന് കൃത്യമായ ചാർജായ 35 രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യുവാവ് ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചത്. മൈസൂർ ഗേറ്റിന് സമീപം ബസ് എത്തിയപ്പോൾ യുവാവ് ബസ്സിൽ കയറി അസഭ്യം പറഞ്ഞ് കണ്ടക്ടറെ മുഖത്തും കയ്യിലും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ ഒളിവിലായ യുവാവിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആഗോള വിപണിയിലെ കനത്ത അനിശ്ചിതത്വങ്ങൾക്കിടയിലും കേരളത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. തുടർച്ചയായ 3-ാം ദിവസമാണ് വിപണി ഒരേ നിരക്കിൽ വ്യാപാരം നടത്തുന്നത്. കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,16,680 രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വെള്ളിയാഴ്ച പവന് 1,440 രൂപ വർദ്ധിച്ചതിനു ശേഷം വിപണിയിൽ മറ്റു മാറ്റങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഗ്രാമിന് 13,835 രൂപ എന്ന നിരക്കിലാണ് ഞായറാഴ്ചയിലെയും വ്യാപാരം നടക്കുന്നത്. ഇറാൻ അമേരിക്ക നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് സ്വർണ്ണവിലയിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കുന്നത്. വിപണിയിലെ അസ്ഥിരത മൂലം നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് വില കുതിച്ചുയരാൻ കാരണം. ഏപ്രിൽ ആദ്യത്തിൽ 1.26 ലക്ഷം രൂപ എന്ന ചരിത്ര റെക്കോർഡിട്ട സ്വർണ്ണവില പിന്നീട് 1 ലക്ഷത്തിന് താഴേക്കെത്തിയെങ്കിലും പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ വില വീണ്ടും ലക്ഷം കടത്തിയിരിക്കുകയാണ്. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ടവർക്കുള്ള പരിശീലന ക്ലാസ് ഏപ്രിൽ 6 രാവിലെ 9 തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. മുൻ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടുത്താമെന്ന് തൃശൂർ നിയോജക മണ്ഡലം വരണാധികാരി അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. പുതുക്കാട് കൊടിയത്ത് കാർലത്തുകാരൻ വറീദ് മകൻ ഔസേബ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ജോയ്സി, ജാൻസി, ജെയ്സി എന്നിവർ മക്കളും. ജോസ് തൃക്കൂക്കാരൻ, ബെന്നി മുരിങ്ങാത്തേരി, ജോൺസൺ തണ്ടേക്കൽ എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം ചുള്ളിപ്പറമ്പിൽ നാരായണൻ മാസ്റ്റർ മകൻ രാജീവൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രസന്നകുമാരിയാണ് ഭാര്യ. രാജ്, ഡോക്ടർ രേഷ്മ എന്നിവർ മക്കളും. മിൽന, അശ്വന്ത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിജീവനത്തിന്റെ ഓർമ്മ പുതുക്കി വീണ്ടുമൊരു ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ആത്മീയതയും രാഷ്ട്രീയവും കൈകോർത്ത ഈസ്റ്റർ. ബിഷപ്പിനെ കണ്ട് അനുഗ്രഹം തേടി സ്ഥാനാർത്ഥികൾ. NCTV സംപ്രേഷണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് 2ാം ഭാഗം സംപ്രേഷണത്തിനൊരുങ്ങി. ഞായറാഴ്ച രാത്രി 9-നും 11-നും, തിങ്കളാഴ്ച രാവിലെ 9-നും, ഉച്ചയ്ക്ക് 1:30-നും, ഉച്ചതിരിഞ്ഞ് 3-നും നമ്മുടെ NCTV ചാനലിൽ. വോട്ടുറപ്പിക്കാൻ പുത്തൻ ശൈലികൾ. പ്രഭാത സവാരിയും കുടുംബയോഗങ്ങളുമായി പുതുക്കാട് മണ്ഡലം ഇളകി മറിയുന്നു. വികസനത്തിന്റെ ആരവം പുതുക്കാടിന്റെ മുക്കിലും മൂലയിലും. LDF ക്യാമ്പ് ആത്മവിശ്വാസത്തിൽ. ഇടതു കോട്ട കാക്കാൻ പുതുക്കാട് സജ്ജം. തെരഞ്ഞെടുപ്പ് റാലിയിൽ ആവേശം കൊടുമുടിയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.